8 things to tell yourself every day. Genius is 1% inspiration and 99% perspiration. പ്രതിഭ 1% പ്രചോദനവും 99% വിയർപ്പുമാണ്. അഥവാ ഒരു പ്രതിഭയുണ്ടാവുന്നത് ചെറിയ ശതമാനം പ്രചോദനത്തിൽ നിന്നും ബാക്കി 99% അയാളുടെ വിയർപ്പിൽ നിന്നുമാണ്. പ്രചോദനം മുന്നോട്ടേക്ക് പോകാനുള്ള കനൽ നിങ്ങൾക്ക് നൽകുന്നു. എന്നാൽ കഠിന പ്രയത്നമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. ആ വിജയത്തിലേക്കുള്ള പാതയിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 8 മാന്ത്രിക വിദ്യകളുണ്ട്. എന്തു ചെയ്തിട്ടും ഒന്നും ശരിയാകുന്നില്ലെന്ന് പറഞ്ഞ് ജീവിതം പഴിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ തന്ത്രങ്ങൾ. വരൂ, അവ എന്താണെന്ന് നമുക്ക് നോക്കാം. 1. ഐ ആം ദ ബെസ്റ്റ്. ഈ ലോകം വളരെ വലുതാണ്. അവിടെ മികച്ചൊരു ജീവിതം തന്നെ നിങ്ങൾ അർഹിക്കുന്നുമുണ്ട്. നിലവിലുള്ളതിനേക്കാൾ ബെറ്ററും മികച്ചതുമായ കാര്യങ്ങൾ നേടാനും അനുഭവിക്കാനുമായിരിക്കണം നിങ്ങളുടെ ജീവിതം. ഓരോ ദിവസവും തുടങ്ങേണ്ടത് പോസിറ്റീവ് മൈൻഡ്സെറ്റോടെയായിരിക്കണം. അതിനായി ആദ്യം സ്വന്തം സെൽഫിൽ കോൺഫിഡന്റ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ നല്ലൊരു തുടക്കം ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓരോ ദിവസത്തെയും കൂടുതൽ മികച്ചത് ചെയ്യാനുള്ള അവസരമായി കാണണം. സ്വന്തം സെൽഫിൽ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു തുടങ്ങും. ഈ ലോകം വളരെ സ്വാർത്ഥമാണ്. ആരും നന്നാവുന്നതിഷ്ടമല്ല. ആരെങ്കിലും തനിക്കു മുകളിൽ വളർന്നെന്ന് കണ്ടാൽ അപ്പോൾ എത്തും പണിയുമായി ഓരോ ആളുകൾ. ഈ ലോകം എപ്പോഴും നിങ്ങളെ നിർവചിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. എന്നാൽ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ 100% സ്വയം വിശ്വസിക്കാൻ പഠിച്ചാൽ ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. അതുപോലെ ആളുകളെ നിങ്ങൾക്ക് മാർക്കിടാൻ നിങ്ങൾ അനുവദിക്കരുത്. ആരെയും മുൻധാരണയുടെ പുറത്ത് വിമർശിക്കുകയുമരുത്. എത്ര തന്നെ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ പെരുമാറ്റത്തിൽ കോൺഫിഡൻസ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അറിവ് നിരർത്ഥമായി പോകും. നിങ്ങളുടെ മൂല്യം അവിടെ ഇടിയും. ഒരു കൂട്ടം ആളുകളിരുന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലൊരാൾ സംസാരവിഷയവുമായി ബന്ധപ്പെട്ട വളരെ കോമണായ എല്ലാവരുടെയും മൈൻഡിൽ വരുന്ന എന്തെങ്കിലും പോയിന്റ്സ് പറയുകയായിരിക്കാം. എന്നാൽ പോലും അയാൾ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ ആളുകൾ കേട്ടിരിക്കും. വളരെ നിസ്സാരമായ കാര്യമായിരിക്കാം അത്. എന്നിരുന്നാലും അവരുടെ അവതരണ രീതി ആളുകളുടെ അറ്റൻഷൻ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവർക്ക് കോമണായിട്ടുള്ള പ്രത്യേകത ഇവർ വളരെ കോൺഫിഡന്റ് ആയിരിക്കുമെന്നതാണ്. ബുദ്ധിജീവികൾ വിഡ്ഢിത്തം പറഞ്ഞാൽ പോലും ആളുകൾ ആഘോഷിക്കുന്നത് അവരുടെ കോൺഫിഡൻസ് കൊണ്ടും ആളുകൾക്കിടയിൽ അവരുണ്ടാക്കിയെടുത്ത വിശ്വാസം കൊണ്ടുമാണ്. അതൊരു ഘടകമാണ്. ആളുകൾക്ക് മാർക്കിടാൻ നിൽക്കാതെ നിങ്ങളുടേതായ സ്പേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കോൺഫിഡന്റായി സംസാരിക്കുന്നത് സഹായിക്കും. ഇനിയുള്ള നിങ്ങളുടെ ഓരോ സംസാരവും പർപ്പസ്ഫുള്ളി ആയിരിക്കണം. എത്ര വലിയ ഓഡിയൻസിനു മുന്നിലും തലയുയർത്തി നിങ്ങളിനി സംസാരിക്കും. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കഴിവുകളെ. അതിനെ ആളുകൾക്ക് മുന്നിൽ ജഡ്ജിംഗ് പേടിയില്ലാതെ ഇനി അവതരിപ്പിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരേക്കാൾ മികച്ചതാവുക എന്നതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ഏറ്റവും നല്ല വേർഷൻ ആവുകയായിരിക്കണം. വിജയം നിങ്ങളുടെ മൈൻഡ്സെറ്റിൽ നിന്നാണുണ്ടാകുന്നത്. അതിനുവേണ്ടിയുള്ള ഇന്ധനം നിങ്ങളിൽ തന്നെയുണ്ട്. സെൽഫ് കോൺഫിഡന്റായി അവസരങ്ങളുടെ വാതിലുകളിലേക്ക് ഭയമില്ലാതെ കയറിച്ചെല്ലണം. യു ആർ കേപ്പബിൾ ഓഫ് മോർ ദാൻ യു തിങ്ക്. 2. ഐ ക്യാൻ ഡൂ എനിത്തിങ്. ഒരുപാട് ആളുകൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പോലും ചെയ്യാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. മൈൻഡ്സെറ്റാണ് ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ ആഗ്രഹങ്ങളോട് പോസിറ്റീവ് സമീപനം സ്വീകരിച്ച് അതിനായി പ്രവർത്തനം ആരംഭിച്ചാൽ എന്തും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. സത്യത്തിൽ നിങ്ങൾക്കുള്ള ഏക ലിമിറ്റേഷൻ നിങ്ങൾ നിങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഇടമാണ്. ഞാൻ എല്ലാം ചെയ്തു നോക്കും എന്ന് പറഞ്ഞ് മുന്നോട്ടു പോകുകയാണെങ്കിൽ പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുകയാണ് നിങ്ങൾ. അടുത്ത തവണ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്നതിനു മുമ്പ് അത് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. ഭൂരിഭാഗം ആളുകളും ഒന്ന് ട്രൈ ചെയ്യുന്നതിനു മുമ്പേ തന്നെ അവരവരെ സ്വയം റിജക്റ്റ് ചെയ്യുന്നു. സ്വയം ഒരു അവസരം നൽകാൻ പോലും പേടിയാണ് ആളുകൾക്ക്. തോറ്റുപോകുമോ എന്ന ഭയം. തോറ്റാൽ എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യുമെന്ന വേവലാതിയാണ് ആളുകൾക്ക്. ഇങ്ങനെ നിരവധി തരം ഭയങ്ങൾ. ആളുകളുടെ അഭിപ്രായങ്ങളിൽ കുടുങ്ങി നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ ദുസ്സഹമാക്കുന്നു. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. എങ്ങനെയാണ് മുമ്പൊരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിനു മുമ്പേ അത് വർക്കാവില്ലെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്? അതിന്റെ അടിസ്ഥാനമെന്താണ്? അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളും താൽപ്പര്യങ്ങളും കണ്ടെത്താൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ബലഹീനതകൾ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ അതിനുള്ള സാഹചര്യത്തെ നേരിടണം. അപ്പോൾ മാത്രമേ അതിലൊരു ഇംപ്രൂവ്മെന്റ് പോലും നടത്താൻ കഴിയുകയുള്ളൂ. അല്ലാതെ ആദ്യ തവണ തന്നെ പെർഫെക്റ്റായ ഔട്ട് കിട്ടണമെന്ന് വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ പിറകോട്ടേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാം. മുന്നോട്ടേക്കുള്ള വഴി ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ തുറക്കില്ല.
സ്ട്രോങ് മൈൻഡ്സ് സ്പീക്ക് സോഫ്റ്റ്ലി ബട്ട് സ്റ്റാൻഡ് ബോൾഡ്ലി. ടൈനി പ്രോഗ്രസ് ഈസ് സ്റ്റിൽ പ്രോഗ്രസ്. മിറാക്കിളുകളും പെട്ടെന്നൊരു ദിവസം പണക്കാരനാവുന്നതും സിനിമയിൽ മാത്രമേ സാധ്യമാകൂ. യഥാർത്ഥ ജീവിതത്തിൽ സാധ്യമല്ല. പെട്ടെന്നൊരു ദിവസം ഉണർന്ന് നിങ്ങൾക്കെല്ലാം ഉള്ളവനായി മാറാൻ കഴിയില്ല. എന്നാൽ ഇന്നത്തേതിനേക്കാൾ നിങ്ങൾക്ക് നാളെ ബെറ്ററാക്കാൻ കഴിയും. ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ സ്ട്രോങ്ങും വൈസും സ്മാർട്ടുമാക്കാം നിങ്ങളെ. നിങ്ങൾ എത്രത്തോളം വളർന്നു എന്ന് കാണുമ്പോൾ, എത്രത്തോളം മുന്നോട്ടു പോയി എന്ന് കാണുമ്പോൾ, എത്രത്തോളം അൺസ്റ്റോപ്പബിളായി മാറി നിങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രോത്ത് എപ്പോഴും വിസിബിളായിരിക്കില്ല, പക്ഷേ അത് സംഭവിക്കുന്നുണ്ടാകും. ഓരോ തെറ്റുകളും പുതുതായി എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങളെ ഷെയ്പ്പ് ചെയ്യും. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ പെർഫെക്റ്റ് അല്ലെന്ന് പറഞ്ഞ് നിരന്തരം സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തും. വിജയത്തിലേക്കുള്ള ഏക മാർഗം പതിയെ പതിയെ ഇംപ്രൂവ് ചെയ്യുക എന്നതാണ്. വളരെ സ്ട്രിക്റ്റായ ഷെഡ്യൂൾ ഉണ്ടാക്കി നാളെ മുതൽ സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആദ്യത്തെ ആവേശം പിന്നീടുണ്ടാവില്ല. മിക്ക ആളുകൾക്കും പറ്റുന്ന അബദ്ധവും ഇതാണ്. പലരും ഒരു മൂഡിന് 10 അതിൽ കൂടുതലോ ദിവസത്തേക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കും. ശേഷം 3 ദിവസം വളരെ ഉത്സാഹത്തോടെ അതനുസരിച്ച് ജീവിക്കും. 4-ാമത്തെ ദിവസം അതിലെന്തെങ്കിലും മുടക്ക് വന്നാൽ എല്ലാം അവിടെ വെച്ച് നിർത്തും. അവരത്ര ദിവസം എടുത്ത എഫേർട്ട് അവിടെ കാണില്ല. വീണ്ടും ആദ്യം തൊട്ട് ഞാൻ തുടങ്ങേണ്ടി വരുമെന്ന് കരുതുന്നു. ഈയൊരു രീതിയാണ് നിങ്ങളുടേതെങ്കിൽ ഒരിക്കലും വിജയം കൈവരിക്കുകയില്ല. നമ്മൾ മനുഷ്യരാണ്. പ്ലാൻ ചെയ്തതുപോലെ എല്ലാ ദിവസവും എല്ലാം നടക്കണമെന്നില്ല. നിങ്ങളുടെ പ്ലാനുകൾക്കനുസരിച്ച് എല്ലാ ദിവസവും മുന്നോട്ടു പോകാൻ കഴിയണമെന്നില്ല. കൺസിസ്റ്റൻസി എന്നാൽ എല്ലാ ദിവസവും ഒരേ തീവ്രതയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല. എപ്പോഴും അത് ചെയ്യാൻ ശ്രമിക്കുക, ഇടയ്ക്ക് പറ്റിയില്ലെങ്കിൽ പിന്നീടുള്ള ദിനങ്ങളിലും അത് ചെയ്യുക എന്നതിനെ ആശ്രയിച്ചാണ്. ഒരു ദിവസം ഒരു ബ്രേക്ക് വന്നാലും അടുത്ത ദിവസം അത് ചെയ്യണം. നിങ്ങളെടുക്കുന്ന ഓരോ നീക്കങ്ങളും കൗണ്ട് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മളെടുക്കുന്ന ഓരോ എഫേർട്ടും ഇന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കുപകരിക്കുക തന്നെ ചെയ്യും. നമുക്കൊരു കഥ കേൾക്കാം. ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന പഠിത്തത്തിൽ ഇടത്തരക്കാരനായ അഹമ്മദ് എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ മികച്ച ജീവിതം അവൻ എന്നും സ്വപ്നം കണ്ടിരുന്നു. സ്റ്റേജിൽ ഒരുപാട് ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതും അത് കണ്ട് അവന്റെ മാതാപിതാക്കൾ അവനെ ഓർത്ത് അഭിമാനിക്കുന്നതും അവൻ നിരന്തരം സ്വപ്നം കണ്ടു. ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, എന്നാൽ അത് തോൽവിയിലേക്കായിരുന്നു എത്തിയിരുന്നത്. എല്ലാം തുടങ്ങിവെക്കുന്ന ശീലം അവനുണ്ടായിരുന്നു, എന്നാൽ അതിന്റെ തുടർച്ച എന്നത് ചോദ്യചിഹ്നമായിരുന്നു. അവനൊരു ദിവസം 3 മണിക്കൂർ പഠിക്കാനായി മാറ്റിവെക്കും. 2 ദിവസം കഴിഞ്ഞാൽ അത് നിർത്തും. തുടർച്ചയായി കുറച്ചു ദിവസം എക്സസൈസ് ചെയ്യും, പിന്നീടത് നിർത്തും. എനിക്കൊരിക്കലും ഒന്നും മാറ്റാൻ കഴിയില്ലെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുകൊണ്ട് എന്താണ് ഗുണമെന്നോർത്ത് അവൻ വേവലാതിപ്പെട്ടു. വേവലാതികളുടെ ഭാരം കൂടിയപ്പോൾ അവന്റെ ഏറ്റവും അടുത്ത അധ്യാപകനോട് ഈ കാര്യം സംസാരിക്കാൻ അവൻ തീരുമാനിച്ചു. സാർ, എനിക്ക് വിജയിക്കണം. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കണം. എല്ലാവരും അറിയപ്പെടുന്നവനാകണം. എന്നാൽ ഞാൻ എന്തു ചെയ്താലും ശരിയാവുന്നില്ല. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവൻ കടുത്ത വിഷമത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു. അധ്യാപകനൊന്ന് മന്ദഹസിച്ചുകൊണ്ട് അടുത്തുള്ള ചെറിയ ചട്ടിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മുളച്ചെടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഈ മുളച്ചെടി കണ്ടോ? ഇതിന്റെ വിത്ത് നട്ടതിനു ശേഷം 5 വർഷം അതിന്റെ ഉപരിതലത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പകരം അടിഭാഗത്ത് വേരുകൾ പടരുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് 80 അടി വരെ വളർന്നു. അഹമ്മദ് സംശയഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം തുടർന്നു. അതുപോലെയാണ് ചെറിയ എഫേർട്ടുകൾ. അത് പെട്ടെന്ന് റിസൾട്ട് കാണിക്കുകയില്ല, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അത് നിങ്ങളുടെ ശക്തമായ അടിത്തറ പണിയുകയാണ്. അടിത്തറ ശക്തമായാൽ മാത്രമേ അതിജീവനം സാധ്യമാവുകയുള്ളൂ. ശേഷം അധ്യാപകൻ അവന്റെ തലയിൽ സ്നേഹത്തോടെ തഴുകി. വലിയ മാറ്റങ്ങൾക്കായുള്ള കാത്തിരിപ്പ് അന്നുമുതൽ അഹമ്മദ് നിർത്തി. അവിടം മുതൽ അവൻ സ്വപ്നം കണ്ട ജീവിതത്തിലേക്കുള്ള യാത്രയുടെ ദൂരം കുറയുകയായിരുന്നു. കൺസിസ്റ്റൻസി എന്നത് ആളുകളെ കാണിക്കാനുള്ള ഉപകരണമാവരുത്, സ്വയം മെച്ചപ്പെടുത്താനുള്ള ടൂളാവണം. സ്റ്റാർട്ട് സ്മോൾ, സ്റ്റേ സ്റ്റഡി, സക്സീഡ് ബിഗ്. 4. തിങ്കിംഗ് ഡിലേയ്സ് ഡൂയിങ് ട്രാൻസ്ഫോംസ്. വിജയം ആർക്കും വേണ്ടിയും എഴുതിവച്ചിട്ടുള്ള ഒന്നല്ല. ജന്മനാ ആർക്കും അത് ലഭിക്കുന്നുമില്ല. വിജയത്തിന് ഷോർട്ട്കട്ടുകൾ തേടി സമയം കളയരുത്. നിങ്ങൾ എന്തിനെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി പ്രയത്നിക്കുക തന്നെ വേണം. കഷ്ടപ്പെടാൻ തയ്യാറാവണം. മറ്റുള്ളവർ സംശയിച്ചും ഓരോ കാരണങ്ങൾ പറഞ്ഞൊഴിയുമ്പോഴും നിങ്ങൾ കഷ്ടപ്പെടാനും പ്രവർത്തിക്കാനും നിന്നാൽ അവരെക്കാൾ മുന്നേ നിങ്ങൾക്ക് വിജയത്തിലേക്കെത്താം. വിജയം മടിയന്മാർക്കുള്ളതല്ല, അക്ഷീണം പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ്. ഈ ലോകത്ത് ആഗ്രഹങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരെക്കാൾ കൂടുതലുള്ളത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നീട്ടിവെക്കുന്നവരാണ്. ഹാർഡ് വർക്കിംഗ് നിങ്ങളെ അച്ചടക്കമുള്ളവരാക്കുന്നു. അച്ചടക്കം പതിയെ വിജയത്തിലേക്കും എത്തിക്കുന്നു.
പ്രയത്നത്തിന്റെ കഷ്ടതകൾ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കൽ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ജീവിതത്തെപ്പറ്റിയുള്ള ചിന്ത വിജയത്തിലേക്ക് നടത്തിക്കും. കഠിനാധ്വാനത്തിന് കഴിവുള്ളവനെപ്പോലും തോൽപ്പിക്കാൻ കഴിയും. നമുക്കൊരു ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ മേഖലയിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് വെറുതെയാണ്. ഒരാൾക്ക് പാട്ടുപാടാൻ നല്ല കഴിവുണ്ട്, എന്നാൽ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്താണതുകൊണ്ട് കാര്യം? എന്നാൽ ഹാർഡ് വർക്കിനോട് ഒന്നിനും മുഖം തിരിക്കാൻ കഴിയില്ല. ഒരാൾ അവന്റെ ആഗ്രഹത്തിനായി കഠിന പ്രയത്നം ചെയ്യാൻ തയ്യാറാകുമ്പോൾ അയാൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുണ്ടാകും. ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിഞ്ഞവന് അവന്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പ്രയാസമുണ്ടാകില്ല. കാരണം ആ കാര്യം നടക്കാതിരിക്കാനുള്ള എല്ലാ കാരണങ്ങളും മറികടന്നായിരിക്കും അയാൾ അവിടെ എത്തിയിട്ടുണ്ടാവുക. നിങ്ങൾക്കൊരു കാര്യത്തിൽ കാര്യപ്പെട്ട കഴിവുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഇന്ന് മിനുക്കിയില്ലെങ്കിൽ, അതിനായി ഒന്നും ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് പുറകിലുള്ള നിരന്തരം അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവൻ നിങ്ങൾക്കൊപ്പമെത്തും. അതിനാൽ വിജയത്തെ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിനെ പിടിച്ചെടുക്കണം. അതിനായി ഒരു മടിയുമില്ലാതെ പ്രവർത്തിച്ചു തുടങ്ങണം. സ്റ്റാർട്ട് നൗ. കോൺഫിഡൻസ് ഫോളോസ് ആക്ഷൻ. 5. ബി അൺഅഫക്റ്റഡ്, നോട്ട് അൺഅവെയർ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്നറിയാമോ? അതുവരെ നിങ്ങളെപ്പറ്റി ഒരു വേവലാതിയും അറിയിക്കാത്തവർ ആ സമയം ഒഴുകിയെത്തും. വിമർശിച്ചു തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായം പറഞ്ഞു തുടങ്ങും. നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തു തുടങ്ങും. എന്നാൽ ഇത്തരം ആളുകളെ ഇനി മുതൽ നിങ്ങൾ സംശയിക്കാൻ അനുവദിക്കുക. അവരുടെ അഭിപ്രായങ്ങളും കേട്ടുനിൽക്കുക. എന്നാൽ അവരുടെ വാക്കുകൾക്ക് നിങ്ങളെ പിടിച്ചിടാൻ കഴിയരുത്. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ആളുകൾ ഇന്നൊന്നു പറയും, നാളെ മറ്റൊന്നു പറയും. ഇന്ന് നിങ്ങളുടെ പരിശ്രമം കണ്ട് കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും നാളെ നിങ്ങളുടെ വിജയം കണ്ട് അഭിനന്ദിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ള എത്ര പേരെ നിങ്ങൾക്കിഷ്ടമാണ്? എത്ര പേരോട് നിങ്ങൾക്ക് യോജിപ്പുണ്ട്? താൽപ്പര്യമില്ലാത്ത 100 മുഖങ്ങളെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയും. പിന്നെന്തിനാണ് നിങ്ങളെയും എല്ലാവരും അംഗീകരിക്കണം, ഇഷ്ടപ്പെടണം എന്നാഗ്രഹിക്കുന്നത്? മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ നിൽക്കാത്തിടത്തോളം നിങ്ങളുടെ കാര്യത്തിലും മറ്റൊരാൾക്ക് ഇടപെടാൻ അധികാരമില്ല. ആളുകളെ, അവരുടെ അഭിപ്രായങ്ങളെ അവരുടെ വഴിക്ക് വിടുക. അവർ അവരുടെ ജീവിതം ജീവിക്കട്ടെ, നമ്മൾ നമ്മുടെയും. ഡോണ്ട് ലെറ്റ് യുവർ സറൗണ്ടിങ്സ് ഡിസൈഡ് യുവർ സ്ട്രെങ്ത്. 6. ഫിയർ ഇസ് ലൗഡ്, ആക്ഷൻ ഇസ് ലൗഡർ. നിങ്ങളുടെ ആഗ്രഹം ശക്തമല്ലാത്തതുകൊണ്ടാണ് അവിടെ ഒഴുകിക്കഴിവ് ജനിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യത്തോട് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടാനായി വഴികൾ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കും. അവിടെ എക്സ്ക്യൂസുകൾ മാഞ്ഞുപോകും. ശക്തമായ ആഗ്രഹമുള്ളവന് എനിക്ക് ആ പ്രശ്നം നേരിടാൻ ഭയമാണെന്ന് പറഞ്ഞിരിക്കാൻ കഴിയില്ല. പേടിയെ മറികടക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒറ്റമൂലി അതിനെ നേരിടലാണ്. ലക്ഷ്യസ്ഥാനത്തേക്കെത്തുന്നത് ദിവാസ്വപ്നം കണ്ടിരുന്നാൽ അത് റിയാലിറ്റിയാവില്ല. അതിന് പ്രവർത്തനം തന്നെ വേണം. ജീവിതത്തിൽ എത്രമാത്രം കാര്യങ്ങൾ നിങ്ങൾ പേടികൊണ്ട് മാറ്റിവെച്ചിട്ടുണ്ടാകും. ഇപ്പോഴും എത്രമാത്രം ആഗ്രഹങ്ങൾ പേടിയെന്ന ഒറ്റ കാര്യം കൊണ്ട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടാകും. ആ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതിനെപ്പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതം എത്ര മനോഹരമായേനെ അല്ലേ? ജീവിതത്തിലെ റിഗ്രറ്റുകളുടെ ഭാരം ഒരുപാട് കുറയുമായിരുന്നു അല്ലേ? ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിച്ചവരാകും നിങ്ങൾ. എന്നാൽ ഇന്ന് നിങ്ങൾ എത്ര ദൂരങ്ങൾ ഒറ്റയ്ക്ക് താണ്ടുന്നുണ്ട്? ഒരു കാലത്ത് വാഹനമോടിക്കാൻ പേടിച്ചു നിന്നവരായിരിക്കും നിങ്ങൾ. എന്നാൽ നിങ്ങളിപ്പോൾ വാഹനം ഓടിക്കുന്നില്ലേ? പേടിയോടെ മുമ്പ് നിങ്ങൾ നോക്കിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ എത്ര നിഷ്പ്രയാസമായി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാൻ മുമ്പ് പേടിയുണ്ടായിരുന്നതുപോലും നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാകില്ല. അടുത്തുചെന്ന് തൊട്ടുനോക്കിയാൽ ഓഹോ, ഇത് ഇത്രയുണ്ടായിരുന്നു അല്ലേ എന്ന് തോന്നുന്ന വികാരമാണ് പേടി. ഒരു കാര്യം ഓർത്താൽ മതി. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ച് നിങ്ങൾ മരിച്ചുപോകുകയൊന്നുമില്ല. ചിലപ്പോൾ വീണുപോകാം. എന്നാൽ അടുത്ത തവണ ആ കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും. ഫിയർ ഡസന്റ് ഡിസപ്പിയർ, യു ഔട്ട്ഗ്രോ ഇറ്റ്. 7. ട്രസ്റ്റ് യുവർ സെൽഫ്, യുവ് സർവൈവ്ഡ് ബിഫോർ. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കണമെന്നതാണ്. നിങ്ങൾ നിങ്ങളെ, നിങ്ങൾക്കുള്ളിലെ ചെറിയ ശബ്ദങ്ങളെപ്പോലും കേൾക്കണം. എല്ലാ കാര്യങ്ങളെയും ലോജിക്കലായി എടുക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ യുക്തിക്ക് നിരക്കാത്ത എന്തോ ഒന്നുണ്ട്. അതിന്റെ ഫലം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളെത്തന്നെയും നിങ്ങളുടെ ആശയങ്ങളെയും സഹജാവബോധത്തെയും വിശ്വസിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ലഭിക്കുന്നു. മറ്റാരേക്കാളും നിങ്ങളെ അറിയുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ ബലഹീനതകളും കഴിവുകളും നേട്ടങ്ങളും നഷ്ടങ്ങളുമെല്ലാം നന്നായി അറിയുന്നത് നിങ്ങൾക്കു മാത്രമാണ്.
ചുറ്റുമുള്ള ആളുകളെല്ലാം വഴിയാത്രക്കാർ മാത്രമാണ്. നിങ്ങൾ വളരെ ദയനീയമായ അവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ദുഃഖങ്ങളിൽ പങ്കുചേരുകയാണെന്ന് തോന്നിപ്പിച്ച് എന്നാൽ അതൊരു വലിയ നഷ്ടമാണെന്ന് പറയാതെ പറയുന്ന ആളുകളുണ്ട്. ഇനി നിങ്ങൾക്കൊന്നും സാധ്യമല്ലെന്ന് അവർ വളച്ചൊടിച്ചു പറയുന്നു. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകും. അത്തരമൊരു സംഭവം നടന്നാൽ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചിടത്തു നിന്നും നമ്മൾ മുന്നോട്ട് നടന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. നമ്മുടെ ഉള്ള് നമ്മളോട് നമ്മൾ അടിപൊളിയാണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ മാത്രമേ ചുറ്റുപാടിൽ നിന്നുള്ള കോംപ്ലിമെന്റ് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ചുറ്റും നോക്കേണ്ടതില്ല, മറ്റുള്ളവരോടൊപ്പം ഓടിക്കിതയ്ക്കേണ്ടതുമില്ല. നിങ്ങളുടെ പോരാട്ടം നിങ്ങളോട് തന്നെയാണ്, നിങ്ങളുടെ പഴയ സെൽഫിനോടാണ്. അതിനെ തകർത്ത് മുന്നോട്ട് കുതിക്കുകയാണ് വേണ്ടത്. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ചുറ്റുമുള്ളതിൽ നിന്നും അതേ എനർജി നിങ്ങൾക്ക് കിട്ടും. ലോകം കുറച്ചുകൂടി സുന്ദരമാകും. ഈവൻ വെൻ അൺഷ്യൂർ, ട്രസ്റ്റ് യുവർ ഇന്നർ വോയിസ്. 8. ഫീഡ് യുവർ ബ്രെയിൻ വിത്ത് പോസിറ്റിവിറ്റി. മോട്ടിവേഷന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. പ്രചോദനം നൽകുന്ന എന്തെങ്കിലും വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ പരിമിതിയിൽ നിന്ന് സാധ്യതയിലേക്ക് മാറ്റുന്നുണ്ട്. ജീവിതം എത്ര കഠിനമായാലും എപ്പോഴും മുന്നോട്ടു പോകാനൊരു വഴിയുണ്ടെന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനെ പ്രതീക്ഷിക്കാനും മുന്നോട്ടു പോകാനും വിജയത്തിനായുള്ള തന്ത്രങ്ങൾ പഠിക്കാനും നിങ്ങളുടെ ആഗ്രഹത്തെ സ്വയം കണ്ടെത്താനും സഹായിക്കും. 5 മിനിറ്റ് ഒരു പവർഫുൾ പുസ്തകം വായിക്കുന്നതുപോലും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ പോഡ്കാസ്റ്റ് കേൾക്കുന്നതുപോലും നിങ്ങളുടെ പ്രശ്നങ്ങളോടുള്ള മനോഭാവം മാറ്റും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാനുള്ളൊരു കനൽ അത് പകർന്നു നൽകും. ആഗ്രഹത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിൽ ഒന്നും നടക്കാതെ വരുമ്പോൾ മുന്നോട്ടു പോകാനുള്ള എനർജി നിങ്ങൾക്ക് കുറഞ്ഞുവരും. ഈ അവസ്ഥയിലെ അലസതയെ മാറ്റുന്നതിന്, ഒരു എനർജി നൽകുന്നതിന് മോട്ടിവേഷണൽ സ്പീക്ക് കേൾക്കുന്നത് വഴി നിങ്ങൾക്ക് കഴിയും. പ്രചോദനാത്മകമായ എന്തെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, മറ്റുള്ളവർ തടസ്സങ്ങൾ കാണുന്നിടത്ത് പരിഹാരം കാണാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക കൂടിയാണ്. മറ്റുള്ളവർ പരാജയം കാണുന്നിടത്ത് അത് വളർച്ച കാണിക്കുന്നു. മറ്റുള്ളവർ ശ്രമം നിർത്തുന്നിടത്ത് അത് ശക്തമായി തുടരാൻ പ്രചോദിപ്പിക്കുന്നു. വളരെ മോശം അവസ്ഥയിലൂടെ കടന്നുപോയ എന്നാൽ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയ ആളുകളെക്കുറിച്ച് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ വൈഡാക്കുകയും ചെയ്യുന്നു. കൂടുതൽ ആളുകളും രാവിലെ അവരുടെ ബോഡിയെ ഫീഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ മൈൻഡിന് ചെയ്യുന്നില്ല. ആളുകൾ അവരുടെ വർക്ക് തുടങ്ങുന്നതിന് മുൻപേ ഓരോ ദിവസവും ഗോസിപ്പുകളും നെഗറ്റീവുകളും കൊണ്ട് മൈൻഡ് നിറയ്ക്കുന്നു. ഇതവരുടെ എനർജിയെ കളയുന്നു. എന്നാൽ വിജയികൾ അവരുടെ മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അവരുടെ ആരോഗ്യവും മൈൻഡും സമാധാനവും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്താണോ നമ്മൾ നമ്മുടെ മനസ്സിനെ ഫീഡ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതം അതുപോലെ മാറും എന്നവർക്ക് നന്നായി അറിയാം. നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും ദിനവും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ശക്തമായ മനസ്സ് ശക്തമായ ഒരു ജീവിതം സൃഷ്ടിക്കുന്നു. മിക്ക ആളുകളും രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ചെയ്യുന്ന കാര്യം മൊബൈൽ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ ചെക്ക് ചെയ്യുകയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, മറ്റുള്ള ആളുകളുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ രാവിലെ തന്നെ സമയം ചിലവഴിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സെൽഫിന് കൺട്രോൾ നൽകുന്നതിനു മുന്നേ ഈ ലോകത്തിന് നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള അവസരം ഇതിലൂടെ നൽകുന്നു. കഴിവതും ഈ ശീലം ഒഴിവാക്കേണ്ടതുണ്ട്. ഉറക്കമുണർന്നാലുടൻ നിങ്ങളുടെ മനസ്സിനാവശ്യം പീസാണ്. ആ ദിവസം നന്നായി പോകാനുള്ള എനർജിയാണ്. അതിന് യോഗ, എക്സർസൈസ് തുടങ്ങി നിരവധി മാർഗങ്ങളുണ്ട്. അതിലേക്ക് ശ്രദ്ധ കൊടുക്കൂ. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കുകയില്ല. What you repeat in your mind becomes your belief.